ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് എന്താണ് എന്ന് വെച്ചാൽ എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്നും അതിന് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത് റീക്യാപ്പ് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ യൂണിറ്റ്, പവർ, എനർജി, അതിൻ്റെ യൂണിറ്റ്സ്, ഇതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട രണ്ട് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓംസ് ലോ അതുപോലെ തന്നെ ക്രിച്ചോഫ്സ് ലോസ്, ഫസ്റ്റ് ലോയും അതായത് കറണ്ട് ലോയും വോൾട്ടേജ് ലോയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ റെസിസ്റ്റൻസുകൾ സീരീസായിട്ട് കണക്ട് ചെയ്താലും പാരലായിട്ട് കണക്ട് ചെയ്താലും ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതിനുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത്, ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ക്രിച്ചോഫ്സ് ലോയും ഓംസ് ലോയും പറഞ്ഞപ്പോൾ തന്നെ ഇതല്ലാതെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലോസ് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനോട് അനുബന്ധിച്ച് ഉള്ള ലോസും നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ മൊഡ്യൂളിൽ തന്നെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് അതിൽ പ്രധാനപ്പെട്ട ലോ ആണ് ഫാരഡേയ്സ് ലോസ് എന്ന് പറയുന്നത്. അതായത് മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് ജനറേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു ലോ പറഞ്ഞിട്ടുണ്ട്. അത് ബേസിക് പ്രിൻസിപ്പിൾ ഇലക്ട്രിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്, ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് എന്തെന്ന് പറയുന്നത്, ഫാരഡേയ്സ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്ന് ഫസ്റ്റ് ലോ എന്ന് പറയുന്ന ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൻ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അതായത് അതൊരു രീതിയിൽ നമ്മൾ പറയുന്നതാണ്. നമുക്കൊന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വെൻ എവർ എ കണ്ടക്ടർ കട്ട്സ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് എന്നാണ്. അതായത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായത് സിമ്പിളാണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളൊരു മാഗ്നറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തുണ്ടാവും, ഒരു നോർത്ത് പോളും ഉണ്ടാവും, സൗത്ത് പോളും ഉണ്ടാവും. നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് ഇമാജിനറി ലൈൻസ് പോകുന്നുണ്ട് അല്ലേ. നമ്മൾ പറയുന്നത് ഇതിൻ്റെ മലയാളത്തിൽ നമ്മൾ കാന്തിക വലയം എന്നൊക്കെ പറയുന്ന പോലെ മാഗ്നറ്റിക് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടത്തിനെയാണ്, ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിലെന്തുണ്ടാവും എന്നാണ് പറയുന്നത്, EMF അഥവാ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് കട്ട് ചെയ്യണം, ഈ ഫ്ലക്സിനെ കട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈ കണ്ടക്ടർ ആ ഫ്ലക്സിൻ്റെ ഇടയിൽ കൂടി എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അത് ലീനിയർ മോഷൻ ആവാം അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ ആവാം. ഏതെങ്കിലും ഒരു മോഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ ആ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ കണ്ടക്ടർ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ നോർത്ത് പോളും സൗത്ത് പോളും മൂവ് ചെയ്താലും എന്ത് ചെയ്യും, കണ്ടക്ടർ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അപ്പോഴും അതിലെന്ത് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു നമ്മൾ വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് മാഗ്നറ്റിൻ്റെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് പോകുന്നുണ്ടാവും. അതിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ ഒരു കണ്ടക്ടർ കൊണ്ടുപോയി വെക്കുകയാണ്, അത് എങ്ങനെ മൂവ് ചെയ്യണം, അതായത് ഇപ്പോൾ ഇങ്ങനെ റൊട്ടേഷനലി മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, EMF ഇൻഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോൾട്ടേജാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരെൻഡിൽ എന്തുണ്ടാവും, ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഒരെൻഡിൽ എന്തുണ്ടാവും, ലോവർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി എന്ത് പാസ് ചെയ്യും, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്താൽ നമ്മളത് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ എവർ എ കണ്ടക്ടർ കട്ട്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് പോവാം ഒറ്റയടിക്ക് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്.
അതായത് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എണ്ണം കൂടിയാൽ എന്ത് കൂടും? ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫും കൂടുമെന്നാണ് പറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അത് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എന്തുമായിട്ട്? ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് എന്നാണ് പറയുന്നത്. അതായത് കട്ട് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എണ്ണം കൂടിയാൽ ഇ എം എഫും കൂടും, കട്ട് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എണ്ണം കുറഞ്ഞാൽ ഇ എം എഫും കുറയും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓർ ഇൻ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലാവാം അല്ലെങ്കിൽ ഒരു കോയിലാവാം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന എത്രത്തോളം ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്നാണ് രണ്ടാമത്തെ ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു ഇ എം എഫ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലോനെ നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞത്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് കൂടുതൽ മനസ്സിലായി വരും. ഓക്കെ, അപ്പോൾ അതായത് രണ്ട് രീതിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇ എം എഫ്. അതായത് എന്താണ്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. അതായത് സ്റ്റാറ്റിക്കലി എന്ന് പറഞ്ഞാൽ വെൻ എ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സച്ച് എ വേ ഈസ് നോൺ ആ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ട്രാൻസ്ഫോർമർ. അതായത് നമുക്കറിയാം ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറിയിലേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സപ്ലൈ കൊടുക്കുന്നുള്ളൂ. സെക്കൻഡറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സപ്ലൈ കൊടുക്കുന്നില്ല. ഒരു കോറിൻ്റെ രണ്ട് വൈൻഡിങ് ഉണ്ടെങ്കിൽ ഒരു വൈൻഡിങ്ങിലേക്ക് മാത്രമേ നമ്മൾ സപ്ലൈ കൊടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ വൈൻഡിങ്ങിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നില്ല, നമ്മൾ കണ്ടക്ടറൊക്കെ എന്താണ്, കോയിലാണ് നമ്മൾ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ആ കോയിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാം. കാരണം എന്താണ്, പ്രൈമറിയിലേക്ക് നമ്മൾ 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 115 വോൾട്ടോ, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ 115 വോൾട്ടോ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ 115 വോൾട്ട് കൊടുത്താൽ 230 വോൾട്ട് പ്രൈമറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. അത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ എന്തുണ്ട്, രണ്ടാമത്തത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് വെൻ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് സോ ആസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് ഇറ്റ്സ് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആസ് ദ കണ്ടക്ടർ ഈസ് സബ്ജക്റ്റഡ് ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ദെർഫോർ ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് എന്നാണ് അതിൽ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എന്ത് ചെയ്യാണ്, ഒരു യു ഷേപ്പ് മാഗ്നറ്റ് എടുക്കുകയാണ്, അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കൊണ്ടുവച്ചു, കണ്ടക്ടർ വെച്ചു, ഒരു കോയിലോ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറോ അങ്ങനെ ഇതുപോലെ ഒരു കോയിൽ വെച്ചു. ഇതിലിങ്ങനെ കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കോയിലിൻ്റെ ലേക്ക് ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇതിനെന്താണ്, ഈ ഒരു പ്രൈമൂർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ ഫ്ലക്സിനെ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ആ ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ എന്തിലുണ്ടാവും, ഈ കണ്ടക്ടറിൽ എന്ത് ചെയ്യും, ഇ എം എഫ് മൂവ് ചെയ്യും. അപ്പോൾ ആ കണ്ടക്ടർ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർത്ത് പോളും സൗത്ത് പോളും എന്താണ്, ഫിക്സ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഇ എം എഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിലും എന്തുണ്ട്, ഫ്ലക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ടർ കട്ട് ചെയ്യുന്നുണ്ടോ. ഇത് ഫ്ലക്സ് മൂവ് ചെയ്യുമ്പോൾ ഇത് ഫ്ലക്സിനെ കണ്ടക്ടർ കട്ട് ചെയ്യുന്നു. ഇതെന്താണ്, കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. ആദ്യത്തേതിനെ നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നു. രണ്ടാമത്തേനെ നമ്മൾ എന്ത് പറയുന്നു, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു എങ്ങനെയാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മുടെ ഫാരഡേസ് ലോസിൻ്റെ ഒരു അനുബന്ധമായിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ എം എഫ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. കറണ്ട് ഇ എം എഫ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് ഉണ്ടാകുമ്പോൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് പോകുമ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു റൗണ്ടാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ മുകൾ ഭാഗത്ത് നോർത്ത് പോൾ വലത്തോട്ട് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മുകൾ ഭാഗത്ത് എന്തായിരിക്കും റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് തന്നെ ആയിരിക്കും. പക്ഷേ അടിഭാഗത്ത് എന്തായിരിക്കും റൊട്ടേഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അതിപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് കണ്ടക്ടർ എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് ക്ലോക്ക് വൈസ് ആയിരിക്കും ഡയറക്ഷൻ, അടിഭാഗത്ത് എന്തായിരിക്കും ഇതാവും. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഡയറക്ഷനും രണ്ടാമത്തെ എന്താണ്, നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ രണ്ട് കോയിലും മുകളിലുള്ള കോയിലും അടിയിലുള്ള കോയിലും ഉണ്ടെന്നുണ്ട് ഇ എം എഫ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ എന്ത് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന് കാണിക്കാനുള്ള
ലോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ റൈറ്റ് ഹാൻഡ് എന്താണ് 3 ഫിംഗേഴ്സ്, അതായത് തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ഓക്കെ, ഇതുപോലെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണോ നമ്മുടെ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് മോഷൻ, കണ്ടക്ടറിൻ്റെ മോഷൻ ആണ്. കണ്ടക്ടറിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ചൂണ്ടുവിരൽ, അതായത് 4 ഫിംഗറിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, നേരെ നടുവിരലിൻ്റെ മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതങ്ങനെ കണ്ടക്ടർ വെച്ചു, കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, കറണ്ട് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയണത്. ഇനി അതല്ല നമ്മൾ തിരിച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ എന്താവും, താഴ്ത്തിക്കാവും. അതായത് നമ്മുടെ തമ്പ് ഇങ്ങോട്ടാവുകയും എന്തിൽ മാറ്റം വരില്ല, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരില്ല, നോർത്ത് നിന്ന് സൗത്തേക്ക് തന്നെയല്ലേ പോകുള്ളൂ. അപ്പോൾ അതിങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങനെ ആയിരിക്കും, അങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് പറയണേ. മനസ്സിലായോ? ഇതാണ് ആലോ പറയുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് എന്താണ്, മോഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും രണ്ടിൻ്റെയും കൂടിയും ഡയറക്ഷൻ അനുസരിച്ചിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുകളിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മോഷൻ ആവുമ്പോൾ എങ്ങോട്ടാണോ കറണ്ട് ഉണ്ടാവുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക, അടിയിലൂടെ കറണ്ട് ഉണ്ടാവുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു ലോ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഇൻ ഇലക്ട്രോ മാഗ്നറ്റിസം ലെൻസസ് ലോ എന്ന് പറയുന്നത്, ലെൻസസ് എന്താണ് പറയുന്നത് വെച്ചാൽ ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് the induced electrical current flows the direction such current opposes the change in that induced. ലെൻസസ് ലോ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, എന്താണോ നമ്മൾ ആ കറണ്ട്, ഇതുമൂലം ഇപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുമല്ലോ, വോൾട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുകയും ആ കറണ്ടിന് എന്തുണ്ട്, ഒരു ഒപ്പോസിങ് പവർ ഉണ്ട് എന്നാണ് പറയണത്. എന്താണോ അത് ഉണ്ടാവാൻ കാരണം, അതായത് കറണ്ട് ഉണ്ടാവാൻ കാരണം ഇത് റൊട്ടേഷൻ അല്ലേ, അപ്പോൾ ആ റൊട്ടേഷൻ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒപ്പോസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം ഈ ഉണ്ടാവുന്ന കറണ്ടിനുണ്ട്. അപ്പോൾ ആ കറണ്ടിനെ നമ്മൾ എന്ത് പറയും, എഡ്ഡി കറണ്ട് എന്ന് പറയും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ പഠിക്കാനുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ബേസിക് മാത്രം പതിയുണ്ട്. എന്താണ് എഡ്ഡി കറണ്ട്, എന്തുണ്ട്, എന്താണോ ഉണ്ടാവാൻ സാധ്യമായത് അതിനെ ഒപ്പോസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക ലെൻസസ് ലോ പ്രകാരം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പഠിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ 2 ലോയും അതുപോലെ തന്നെ ഫ്ലെമിങ്ങിൻ്റെ റൂളും ലെൻസിൻ്റെ റൂളും, അങ്ങനെ 3 റൂളും കൂടി നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ പഠിച്ചു. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ എത്ര റൂൾസ് പഠിച്ചു, 1 ഓംസ് ലോ, 2 കിർച്ചോഫ്സ് ലോ, 3 ഫാരഡേസ് ലോ, അതുപോലെ ഫ്ലെമിങ്ങിൻ്റെ റൂള്, ലെൻസസ്, അങ്ങനെ 5 റൂൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ലോസിൽ പറയാനുള്ളത്. ഈ ലോസ് ഒക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ, എന്തിനാണ് പറയുന്നത്, എങ്ങനെയാണ് ഒരു EMF അല്ലെങ്കിൽ വോൾട്ടേജ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സംഭവം നമ്മൾ ഈ ലോസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സിംഗിൾ ലൂപ്പ് ജനറേറ്ററാണ് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 2 ഫിഗർ കാണിച്ചിട്ടുണ്ടാവും, അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഒരു സിംഗിൾ ലൂപ്പ് ജനറേറ്ററാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഒരു റൊട്ടേഷൻ ഈ കോയിൽ കറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു AC വേവ് ഫോം ഉണ്ടാവുന്നത് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് EMF ഉണ്ടാവുന്നത് എന്ന്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളാണ് ഇനി ഉള്ളത് പറയാൻ പോകുന്നത്. നമ്മൾ എന്തുണ്ട്, ഒരു നോർത്ത് പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടോ, നോർത്ത് ഒരു യു ഷേപ്പ് മാഗ്നറ്റിന് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ വെച്ചിട്ടുണ്ട്, സൗത്ത് പോൾ വെച്ചിട്ടുണ്ട്. അതുപോലെ അപ്പം എന്തുണ്ട്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്തുണ്ട്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്, ഫ്ലക്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞ ഒരു കോയിൽ
ഒരു കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പി ചുറ്റാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഒരു മോട്ടറിൻ്റെ അല്ലെങ്കിൽ ആർമേച്ചർ, ജനറേറ്ററിൻ്റെ ഒക്കെ ആർമേച്ചർ തുറന്നാൽ ഇതുപോലെ നമ്മൾ എന്തുണ്ടാവും, ആർമേച്ചർ ഉള്ളിൽ കാണാൻ പറ്റും അല്ലേ, തുറന്നു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ കമ്പിച്ചുരുളുകളുണ്ടാവും. അതിൽ ഇങ്ങനെ ഉള്ള അടിയിൽ കൂടി ഇങ്ങനെ ഒരു ചുറ്റാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അതായത് എങ്ങനെ നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോയി ആർമേച്ചറിൻ്റെ മുകളിലൂടെ ചുറ്റി ഇങ്ങനെ വന്ന് ആർമേച്ചറിൻ്റെ അടിയിലൂടെ ചുറ്റി, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കോയിൽ ABCD എന്ന് പറഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോയിലിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇതാണ്. നമ്മളെന്താണ്, the EMF is induced in the coil is proportional to the rate of change of flux linkage എന്ന് നമ്മൾ രണ്ടാമത്തെ ലോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ഫ്ലക്സ് ലിങ്കേജിന് പ്രപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. when the plane of the coil is right angle to the lanes of flux, the rate of change of flux linkage is minimum. അതായത് ഇതിപ്പോൾ പ്ലെയിൻ എന്താണ്, ദ പ്ലെയിൻ ഈസ് കോയിൽ ഈസ് റൈറ്റ് ആംഗിൾ ടു ദ ലെയിൻസ് ഓഫ് ഫോഴ്സ്. ലെയിൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ ലെയിൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത് അല്ലേ. അതിൻ്റെ കോയിലിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഫ്ലക്സ് ലിങ്കേജ് മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്, 0. നമ്മളൊരു ഗ്രാഫ് പോലെ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് എന്തായിരിക്കും, മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ മിനിമം ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇതാണ് ആ പോയിന്റ്, O എന്ന് പറഞ്ഞ പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. ഇനി എന്ത് ചെയ്യാണ്, ഈ കോയിൽ ക്ലോക്ക് വൈസ് മൂവ് ചെയ്യാണ്. ഓക്കെ, മൂവ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ വരും. ഓക്കെ, 90 ഡിഗ്രി കഴിഞ്ഞ് എത്തുമ്പോൾ, അതായത് ഫ്ലക്സ് ലിങ്കേജ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ മിനിമാണ്. ഇനി അതെന്താണ്, പാരലൽ ആവുമ്പോൾ മാക്സിമം ആണ്. മനസ്സിലായോ? അപ്പോൾ പാരലൽ ആകുമ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ പാരലൽ ആവണമെങ്കിൽ എന്താവണം, 90 ഡിഗ്രി തിരിയണം. 90 ഡിഗ്രി തിരിയുമ്പോൾ കോയിൽ ഇങ്ങനെ ആയിരിക്കും. കോയിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, അതായത് എന്തിന് പാരലാണ്, ലൈൻസ് ഓഫ് ഫോഴ്സിന് പാരലല്ലേ. അപ്പോൾ ഈ പാരലൽ ആകുമ്പോൾ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പോൾ ആ മാക്സിമം വരുന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം എന്താണ് കണ്ടോ, മിനിമത്തിൽ നിന്ന് എന്ത് ചെയ്തു, അത് മൂവ് ചെയ്ത് 90 ഡിഗ്രി എത്തിയപ്പോൾ അതെന്തായി, മാക്സിമം ആയി. റൊട്ടേഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക. മാക്സിമം ആകുമ്പോൾ എന്താണ്, ഇവിടെ എന്താണ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിയിൽ എന്തായി, മാക്സിമം ആയി. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യാണ്, ഈ ഒരു സെക്ഷനിൽ നിന്ന് രണ്ടാമത്തെ സെക്ഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യാണ്, ഈ പെർപെൻഡിക്കുലർ തന്നെ എന്ത് ചെയ്യാണ്, ആവുകയാണ്. പക്ഷെ അപ്പം എന്തായിരിക്കും, AB താഴെയാവും വരിക അല്ലേ, ABCD ആയിരിക്കും വരിക അല്ലേ. അപ്പം എന്തായി, നെക്സ്റ്റ് അത് വീണ്ടും പെർപെൻഡിക്കുലറായി. അപ്പം മാക്സിമത്തിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തത്, മിനിമത്തിലേക്ക് എത്തി അല്ലേ. മിനിമത്തിലേക്ക് എത്തി, 0 ആയി, വീണ്ടും 0 ആയി. അപ്പം എന്തായി, ABCD എന്ന് പറയും, AB എന്തായി, CD അടിയിലെത്തി കഴിഞ്ഞപ്പോൾ പെർപെൻഡിക്കുലർ മിനിമമായി. ഇനി അതിൻ്റെ മൂവ്മെൻറ്റ്, ആദ്യത്തെ മൂവ്മെൻറ്റ് എന്തായിരുന്നു, ക്ലോക്ക് വൈസ് ആയിരുന്നു. ഇവിടുത്തെ മൂവ്മെൻറ്റ്, ABയുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ABയിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ പറയുന്നത് വിചാരിച്ചാൽ, AB താഴെ എത്തിയപ്പോഴേക്കും ABൻ്റെ മൂവ്മെൻറ്റ് എന്തായിരുന്നു, ഡയറക്റ്റ് ആയിരുന്നു അല്ലേ. ഇനി അടുത്തതിൽ ABൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, ABൻ്റെ മൂവ്മെൻറ്റ് ഇത് അടിയിലാണ് AB. ഇനി അടുത്ത 90 ഡിഗ്രി ആവുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഓപ്പോസിറ്റ് ആകുമ്പോൾ, മാഗ്നറ്റിക് ഫ്ലക്സിന് ഓപ്പോസിറ്റ് ആകുമ്പോൾ വോൾട്ടേജ് ഉണ്ടാവണം, ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്യും, ഈ കറണ്ടിൻ്റെ ഡയറക്ഷനും എന്ത് ചെയ്യും, മാറും അല്ലേ. അപ്പം അതെന്താണ്, പിന്നെ അടുത്ത 90 ഡിഗ്രിയിൽ എന്താവും, നെഗറ്റീവ് മാക്സിമം ആവും. അടുത്ത 90 ഡിഗ്രിയിൽ. പിന്നെ അതെന്താണ്, മുകളിലേക്കാവുമ്പോൾ അടുത്ത ഡയറക്ഷൻ കംപ്ലീറ്റ് 90 ഡയറക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, 0ക്ക് എത്തും. ഇപ്പോൾ ഉള്ള ഡയറക്ഷൻ ഇപ്പോൾ ഈ ഒരു ഫുൾ സൈക്കിൾ കഴിഞ്ഞപ്പോൾ എന്തായി, ആദ്യത്തെ അതേ പൊസിഷനിൽ തന്നെ കോയിലെത്തി. കോയിൽ A, കോയിൽ B, കോയിൽ C, ഈ ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുക, വീണ്ടും അത് എത്തിയത്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ ഈ തിയററ്റിക്കലി നമ്മളിവിടെ കാണിച്ചിരുന്നത്. EMF is induced in the coil proportional rate of change of when the plane is right angle to the flux linkage is minimum, thus no EMF induced. When the plane of the coil parallel to the rate of flux is maximum, hence EMF induced in the maximum. Next half revolution EMF similar to those first half revolution, but the direction of the induced EMF is reversed. അപ്പം എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, EMF
ഉണ്ടാവുന്ന എ സി വേവ് ഫോം ഉണ്ടാവുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എ സി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു വേവ് ഫോം വരച്ച് വെച്ചത് കാണുക എന്നല്ലാതെ എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. അപ്പം ഇങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്. അപ്പം അതിന് കാരണമായ പ്രിൻസിപ്പിൾ എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലേ. ഫ്ലക്സ് ഈ കോയിൽ കിടന്ന് കറങ്ങിയോണ്ടല്ലേ ഈ EMF ഉണ്ടായത് അല്ലേ. EMF കട്ട് ചെയ്യുന്നതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്തില്ലേ, രണ്ടും സംഭവിച്ചു അല്ലേ. അപ്പം ഫാരഡേയുടെ ഫസ്റ്റ് ലോയും ഉണ്ടായി, സെക്കൻഡ് ലോയും ഉണ്ടായി അല്ലേ. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ ഫ്ലെമിങ്ങിൻ്റെ ലോ അനുസരിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ. കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിയില്ലേ. പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്തപ്പോൾ കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവ് ആയില്ലേ. പിന്നെ അത് തന്നപ്പോൾ കറണ്ട് ഡയറക്ഷൻ നെഗറ്റീവ് ആയില്ലേ. അതായത് ഈ വോൾട്ടേജിൻ്റെ വേവ് ഫോം പോലെ തന്നെയാണ് കറണ്ടിൻ്റെ വേവ് ഫോമും പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ ലൂപ്പ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ലൂപ്പ് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കോയിലുകൾ കൂടി ചേർന്നതാണ് എന്ത്, ഒരു ജനറേറ്ററിൻ്റെ ആർമേച്ചർ എന്ന് പറയുന്നത്. കുറേ കോയിലുകൾ. അപ്പോൾ ഒരു ഒറ്റ ലൂപ്പ് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു ലൂപ്പ് എടുത്തു. അങ്ങനത്തെ കുറേ കോയിലുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, ജനറേറ്ററിൻ്റെ. ഇത് ചിലപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്പിച്ചുരുളിൻ്റെ കൂടി കടത്തി വിട്ടിട്ട് അവിടെ നോർത്തും സൗത്തും ഉണ്ടാക്കിയിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ആ മാഗ്നറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്തുള്ളത്, ഒരു സിംഗിൾ ലൂപ്പ് ജനറേറ്ററിൻ്റെ വർക്കിംഗ്. ഇതെന്ത് 7 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ എ സി വേവ് ഫോം ഉണ്ടായി. ഈ എ സി വേവ് ഫോം ഉണ്ടായപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടേംസ് ഉണ്ട്. അത് ചിലപ്പോൾ 2 3 4 ഒക്കെ നിങ്ങൾക്ക് 7 മാർക്കിന് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാം അല്ലേ. ഇനി 3 മാർക്കിന് ഏതെങ്കിലും 3 ചോദിക്കാം. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് ടേംസ് റിലേറ്റഡ് ടു എ സി സർക്യൂട്ട്സ്. അതായത് ഒരു എ സി ഫോം ഉണ്ടാകുന്ന സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എന്നുള്ളതാണ്. അതിലൊന്നാമത്തതാണ് എന്ത്, ഫ്രീക്വൻസി. ഇപ്പം നമ്മൾ നേരത്തെ ഒരു വേവ് ഫോം കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വേവ് ഫോം കണ്ടതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സൈക്കിളാണിത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് എന്ന് പറയണില്ലേ, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എന്താണ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡിഫറൻറ്റ് ടേംസ് ഉള്ള ഒരു സാധനത്തിൻ്റെ അവസാനമാണ്. ഇനിയിപ്പം ഇത് നെക്സ്റ്റ് തുടങ്ങുമ്പോൾ എന്താണ്, ആദ്യത്തെ സെയിം വേവ് തന്നെ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്യാത്ത മാക്സിമത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ നമുക്ക് ഇതിൻ്റെ കറക്കത്തിനനുസരിച്ച് ഉണ്ടാവും, എത്ര സൈക്കിളുകൾ നമ്മൾ ഉണ്ടാവുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡി സി ഒരു ലൈനാണ്, ഡി സിക്ക് എന്തില്ല, സൈക്കിളില്ല. അതുകൊണ്ട് ഡി സിക്ക് എന്തുണ്ടാവില്ല, ഫ്രീക്വൻസി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എ സിനോട് മാത്രം റിലേറ്റ് ചെയ്ത സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ് അല്ലേ. ഇനി അതുപോലെ ടൈം പീരിയഡ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം പീരിയഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഓക്കെ, ഇതിനാണ് നമ്മൾ ടൈം പീരിയഡ്. ഒരു സൈക്കിൾ എടുക്കാൻ എത്ര സമയം എടുക്കുന്നത്, അതായത് നമ്മൾ എന്താ എക്സ് ആക്സിസിൽ ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം പീരിയഡ് എന്ന് പറയുന്നത്. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് ആംപ്ലിറ്റ്യൂഡ്, ദ മാക്സിമം വാല്യൂ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അറ്റൈൻഡ് ബൈ ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ്. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മാക്സിമം വാല്യൂ എവിടെ എത്തുന്നു, മുകളിലോ അടിയിലോ എത്തുന്ന മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുക്കുന്നത് നമ്മൾ എവിടെയാണ്, വൈ ആക്സിസിലാണ് എടുക്കുക. അപ്പോൾ വൈ ആക്സിസിൽ എടുക്കുന്ന മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്, ദ വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി. ഒരു സൈക്കിളിലെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എടുക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് എവിടുന്ന് വേണേലും നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 3-4 സ്ഥലത്ത് ഇൻസ്റ്റൻറ്റ് നിന്ന് എടുത്തു എന്ന് വിചാരിച്ചോളൂ. അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഇവിടെ എടുത്തു. ഈ 4 ആവറേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു ടൈം പീരിയഡിൽ ഇതിൻ്റെ ആവറേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളോട് എന്ത് ചോദിക്കാം, 3 മാർക്കിനൊക്കെ ഏതെങ്കിലും 3 ഫ്രീക്വൻസി, എക്സ്പ്ലെയിൻ ഫ്രീക്വൻസി, അല്ലെങ്കിൽ വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി. അങ്ങനെ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ സെക്ഷനിൽ പഠിച്ച കാര്യങ്ങളോട് കൂടി ഇതും കൂടി ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർ എം എസ് വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് സ്റ്റഡി കറണ്ട് ഡി സി വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ ദ ഗിവൺ റെസിസ്റ്റൻസ് ഫോർ എ ഗിവൺ പീരിയഡ് given time produces the same amount of heat as produced by the alternating current when flowing through the same resistance or same time. ഒരു നിശ്ചിത സമയത്ത് ഒരു റെസിസ്റ്റൻസിലൂടെ നമ്മൾ ഡി സി പാസ് ചെയ്താൽ എത്ര ഹീറ്റ് ഉണ്ടാവുമോ അതിനു വേണ്ടി നമ്മൾ എത്രത്തോളം എ സി പാസ് ചെയ്യണം അതേ സർക്യൂട്ടിലൂടെ അതേ സമയത്തിൽ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആർ എം എസ് വാല്യൂ എന്ന് പറയുക. ഇപ്പോൾ ഡി സി 1 ആണെങ്കിൽ എ സി ഒരു 0.7 ഒക്കെ കടത്തി വിട്ടാൽ മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനെ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർ എം എസ് വാല്യൂ. അപ്പോൾ എ സി ഡി സി കടത്തി വിടേണ്ട അത്ര നമുക്ക് എന്ത് കടത്തി വിടേണ്ടി വരില്ല? എ സി കടത്തി വിടണ്ട. അപ്പോൾ ഡി സി ഒരു സാധനം ചൂടാക്കാൻ എത്ര ഡി സി കടത്തി വിടണോ എത്ര സമയം, ഒരു നിശ്ചിത സമയം കൊണ്ട് അത്രയും എ സി അത്രയും ഹീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എ സി കടത്തി വിടണം എന്നുള്ളതാണ് എന്ത്? ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആർ എം എസ് വാല്യൂവിൻ്റെയും നമ്മൾ മുന്നേ പറഞ്ഞ ആവറേജ് വാല്യൂവിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ആർ എം എസ് വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ. അതായത് ആർ എം എസ് വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് എന്ത് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.11 ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.11. ഓക്കെ, ഇനി അതുപോലെ ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പവർ ഫാക്ടറിൽ വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല എന്താണ് കൊസൈൻ. കോസ് ആംഗിൾ തീറ്റ എന്ന് എടുക്കുകയാണെങ്കിൽ തീറ്റ, കോസ് തീറ്റ എന്ന് പറയാം അല്ലേ? അപ്പോൾ അതെങ്ങനെ എന്ന് നമുക്ക് ഒരു അതിൻ്റെ വാല്യൂ എന്താണ്? മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ 0 ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അതെന്താണെന്ന് നമുക്ക് അതുകൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ ഈ ഒരു വേവ് ഫോം നമ്മൾ ഇതിൻ്റെ മുന്നെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ വേവ് ഫോമിൽ നമ്മൾ എന്തെടുക്കുകയാണ്? വോൾട്ടേജ് ആണ്. ഇപ്പോൾ വോൾട്ടേജ് വേവ് ഫോമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കറണ്ട് കൂടെ എടുക്കുകയാണെങ്കിൽ ഈ കറണ്ട് നമുക്ക് 3 ലോഡ് ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു. ഏതൊക്കെയാണ്? റെസിസ്റ്റീവ് ലോഡ് ഉണ്ട്, ഇൻഡക്റ്റീവ് ലോഡ് ഉണ്ട്, കപ്പാസിറ്റീവ് ലോഡ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റീവ് ലോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കറണ്ടും വോൾട്ടേജും ഒരേ സമയം തുടങ്ങുകയും ഒരേ സമയം മാക്സിമം ആവുകയും ഒരേ സമയം 0-ൽ അവസാനിക്കുകയും മിനിമം ആവുകയും മാക്സിമം ആവുകയും ചെയ്യും. ഓക്കെ, ഒരേ ടൈമാണ് എടുക്കുന്നത് വെച്ചാൽ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇതിനാണ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തില്ല? ഒരു ആംഗിൾ ഡിഫറൻസ് ഇല്ല, ഒരേപോലെ പോകുന്നത്. അതായത് ഇപ്പോൾ ഇത് ഒരു വെക്ടറാണെന്ന് വിചാരിച്ചോ, കറണ്ട് വോൾട്ടേജ് ഇതൊരു വെക്ടറാണെന്ന് വിചാരിച്ചോ. കറണ്ട് ഇത് ഒരു ക്ലോക്കിൻ്റെ 2 സൂചി പോലെ ഇതിങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻ ഫേസ് എന്ന് പറയാം. ഇൻ ഫേസ് എന്ന് പറയുമ്പോൾ തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ 0ൻ്റെ വാല്യൂ ആണ്. കോസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയാലാണ്. ഇനി അതിലേറെ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാനില്ല? വരാനില്ല. അതുകൊണ്ട് മാക്സിമം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ രണ്ടാമത് എടുക്കുന്നത് ഏതാണ്? ഇൻഡക്റ്റീവ് ലോഡാണ്. ഇൻഡക്റ്റീവ് ലോഡ് പറഞ്ഞാൽ കോയിലുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇൻഡക്റ്റീവ് ലോഡ് എടുക്കുമ്പോൾ വോൾട്ടേജ് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കറണ്ട് തുടങ്ങുക. അപ്പോൾ അവിടെ ഫുൾ ടൈം എന്തുണ്ടാവും? ഒരു ലാഗിങ് ഉണ്ടാവും. അപ്പോൾ കറണ്ടും വോൾട്ടേജും തമ്മിലൊരു തീറ്റ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ വെക്ടർ ഡയഗ്രാം പോലെ എടുക്കുകയാണെന്ന് ഇതാണ് കറണ്ട് വോൾട്ടേജ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാവും എന്ത് വരിക? കറണ്ട് വരിക. ഇത് വോൾട്ടേജ് ആണ്, ഇത് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്ത് വന്നു? ഒരു തീറ്റ അല്ലെങ്കിൽ ഫൈ കൊടുക്കാൻ തീറ്റ എടുക്കട്ടോ നമുക്ക്. അപ്പോൾ കോസ്റ്റ് അപ്പോൾ 30 ആണെന്നുണ്ടെങ്കിൽ കോസ് 30 എന്ന് വന്നില്ലേ? മനസ്സിലായോ? അപ്പോൾ വാല്യൂ എന്ത് ചെയ്യും? ഒന്നിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആവും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറയുക. ലാഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5ഓ 0.6ഓ 0.8ഓ 0.1 ഒക്കെ വരും. 0.5 ലാഗിങ് എന്ന് പറഞ്ഞാൽ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജിനെ അപേക്ഷിച്ച് കറണ്ട് ലാഗായിട്ടാണ് തുടങ്ങുന്നത് എന്നാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്?
കപ്പാസിറ്റീവ് ലോഡാണ്. കപ്പാസിറ്റീവ് ലോഡ് ആകുമ്പോൾ എന്താണ് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്തായിരിക്കും, കുറച്ച് മുന്നേ കറണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഇതപ്പോൾ നമ്മൾ വെക്റ്റർ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിൻ്റെ കുറച്ച് മുന്നേ തന്നെ ആൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ആര്? കറണ്ട്. അപ്പോഴും എന്തുണ്ട്, അവിടെ ഒരു തീറ്റ വരുന്നില്ലേ, ആംഗിൾ വരുന്നില്ലേ, ഇതാ ഇവിടെ ഒരു തീറ്റ വരുന്നില്ലേ, ആംഗിൾ വരുന്നില്ലേ. അപ്പോൾ അതെന്താണ്, മൂവ് ചെയ്യുന്നുണ്ട്, കുറച്ച് മുന്നേ തന്നെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തീറ്റ വരുന്നുണ്ട്. അപ്പോഴും തീറ്റ 30, 40, 60 അപ്പോഴും വാല്യൂ എന്തെന്നെ ചെയ്യുക, 1ൻ്റെ താഴെ വരിക. പക്ഷെ അതെന്താണ്, ലാഗിങ് അല്ല, അതെന്താണ്, ലീഡിങ് പവർ ഫാക്ടറാണ്. പക്ഷെ വാല്യൂ എന്തായിരിക്കും, 1ൽ ഫുൾ ടൈം എന്തായിരിക്കും, കുറവായിരിക്കും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, എപ്പോഴും എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സെക്ഷനും കൂടിയേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരു സെക്ഷനും ഇനി അതുപോലെ പ്രോബ്ലം ആ സെക്ഷനിൽ തന്നെ നമുക്ക് പ്രോബ്ലം കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ സെക്ഷനിൽ കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിന് വേണ്ടി വേറൊരു സെക്ഷൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, രണ്ടാമത്തെ പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ആൾ.